വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ LDFനെ പ്രതിരോധിക്കാൻ ദേശാഭിമാനി വാർത്ത ആയുധമാക്കി മുഖ്യമന്ത്രി. ജൂൺ 29-ന് അദാനി കമ്പനി സ്ഥിരീകരിച്ച ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ജൂൺ 5-ന് എങ്ങനെ ദേശാഭിമാനി വാർത്ത നൽകിയെന്ന് വി ഡി സതീശൻ ചോദിച്ചു. പാർട്ടി പത്രത്തിൽ വരാൻ പാടില്ലാത്ത വാർത്തയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിനെ ചൊല്ലി വി ഡി സതീശനും KK രാഗേഷും തമ്മിൽ ഏറ്റുമുട്ടി. ഈ റിപ്പോർട്ടോടുകൂടി ഈവനിംഗ് മലയാളം അവസാനിക്കുകയാണ്. ഇനി സോക്കർ ഗാലയിൽ രുചീഷ് രവീന്ദ്രൻ ചേരും. നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയായ അദാനി MSCയുമായി ഓഹരി കൈമാറാൻ പോകുന്ന വിവരം പുറത്തുവിട്ടത് ജൂൺ 29-ന്. ഓഹരി കൈമാറ്റ ചർച്ചകളുടെ വിശദാംശങ്ങൾ എടുത്തു പറഞ്ഞ് ദേശാഭിമാനി വാർത്ത പ്രസിദ്ധീകരിച്ചത് ജൂൺ 5-ന്. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധവും പ്രത്യാക്രമണവും. 49% ഓഹരിയാണ് MSC ലക്ഷ്യമിടുന്നത് എന്നും കമ്പനിയുടെ ടെർമിനൽ വരാൻ പോവുകയാണെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു വാർത്ത. ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5 ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ്. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള, എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയതിനെതിരെ KK രാഗേഷ് ഉയർത്തിയ വിമർശനത്തോട് പ്രകോപനപരമായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഒരുപാട് നാളുകളായി അവിടെ ഇരിക്കുന്ന പലരെയും മാറ്റി, പല സ്ഥലത്തു നിന്ന് അവരെ അടക്കം മാറ്റി. എന്താ കുഴപ്പം? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. തുടർച്ചയായ 2ാം വട്ടവും ദേശാഭിമാനി വാർത്ത സെൽഫ് ഗോളായതോടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറയാൻ നിർബന്ധിതനായി. ദേശാഭിമാനിക്ക് തെറ്റുപറ്റിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി പത്രത്തിൽ ആ വാർത്ത വരാൻ പാടില്ലായിരുന്നു. ദേശാഭിമാനിയിൽ പാർട്ടി ശ്രദ്ധ വേണ്ടിവരുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ദേശാഭിമാനി വരാൻ പാടില്ല, അതിനെന്താ സംശയമുള്ളൂ? ഞങ്ങൾ അന്ന് അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. അതിൻ്റെ സൂക്ഷ്മാംശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പത്രത്തിൽ ഈ രീതിയിലുള്ള വാർത്ത വരുമ്പോൾ ഭാവിയിൽ വരാനിടയുള്ള കാര്യം ഗൗരവപൂർവ്വം ദേശാഭിമാനി കാണണമായിരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഈ കാര്യം. എന്നാൽ ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത ആദ്യം വന്നത് ദേശാഭിമാനിയിലല്ലെന്ന് P രാജീവ് പ്രതിരോധിച്ചു. ആദ്യം വാർത്ത വന്നത് ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ താർക്കിക ബുദ്ധിയോടെ സതീശൻ അവതരിപ്പിക്കുകയാണെന്ന് രാജീവ് പറഞ്ഞു. ജൂൺ 1-ന് തന്നെ എക്കണോമിക് ടൈംസിന്റെ ഇൻഫ്രയിൽ ജൂൺ 1-ന് തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വസ്തുതാവിരുദ്ധമാണെന്ന് ഏതൊരാൾക്കും ഇന്റർനെറ്റ് തപ്പിയാൽ 5 മിനിറ്റ് കൊണ്ട് വരെ കിട്ടാവുന്നൊരു കാര്യം മുഖ്യമന്ത്രി കസേര എന്ന ഭരണഘടനാ പദവിക്കകത്തിരുന്ന് ആധികാരികമെന്ന മട്ടിൽ ഇതുപോലെ വെല്ലുവിളിച്ച് ഒരു മുഖ്യമന്ത്രി പറയാമോ? എന്നാൽ സർക്കാരിന്റെ മുൻകൂർ അനുവാദമില്ലാതെ അദാനി ഗ്രൂപ്പ് ഓഹരി കൈമാറിയതിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. സർക്കാരിന്റെ തുടർ നടപടി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ കത്തു നൽകി. അതൃപ്തി അറിയിക്കലിനപ്പുറത്തേക്ക് സർക്കാർ നീങ്ങാത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്ത് എന്താണ് താല്പര്യം എന്ന സതീശന്റെ പരാമർശത്തിനെതിരെ KK രാഗേഷ് രംഗത്തെത്തി. പൊതുമുതൽ കൈമോശം വരാതിരിക്കാനുള്ള ഓരോ മലയാളിയുടെയും ജാഗ്രതയാണ് തനിക്കുള്ളത് എന്ന് KK രാഗേഷ് തിരിച്ചടിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.